2 സെൻറ്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര പോകണമെന്ന് പറഞ്ഞ നബീസുമ്മയെ ഓർമ്മയില്ലേ? അതുപോലെ സ്വർണം പണയം വെച്ച് യാത്ര പോകുന്ന സൈനബ ടീച്ചറുണ്ട് ഇന്ന് നമ്മളുടെ കൂടെ. എൻ്റെ യാത്ര തുടങ്ങുന്നത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. മനസ്സുകൊണ്ട് ടീച്ചർ എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയാവണം. അപ്പോൾ ടീച്ചർ അന്ന് എന്നെ ഭയങ്കര നെഗറ്റീവ് സ്ട്രോക്ക് എനിക്ക് തന്നു. ചെറുതായിട്ടൊന്ന് എന്നെ കുത്തി നോവിച്ചു. അതായത് ഇതിനൊന്നും ഗതിയില്ലാത്ത നിങ്ങളൊക്കെ ഇങ്ങനെയാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. അന്നാണ് എനിക്ക് ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ മനസ്സാ പറഞ്ഞു, ഒരു നാൾ സൈനബ ഈ അത്ഭുതങ്ങളിലൂടെയൊക്കെ ഒരിക്കൽ പോകും, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. നബീസും അവരുടെ സന്തോഷത്തിനാണ് യാത്ര ചെയ്യുന്നത്. അവരോട് പോകരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പ്രായം ഒന്നിനും ഒരു പ്രശ്നമല്ല. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തീരുമാനമാണ് യാത്ര. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഒരുപാട് നബീസുമാർ ഒരുപാട് യാത്രകൾ ചെയ്യട്ടെ. ഭർത്താവ് മരിച്ചിട്ട് 30 കൊല്ലമാകുന്നു. ഒറ്റയ്ക്ക് മകനെ വളർത്തി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്വന്തം അമ്മയായി, ഒപ്പം യാത്രകളെയും കൂടെ കൂട്ടി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ്. പല കുട്ടികൾക്കും ഒരു ജോബാക്കി കൊടുക്കുന്ന വിധത്തിലേക്ക് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന പരിശീലനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് സൈനബ ടീച്ചർ യാത്രകൾ തുടങ്ങുന്നത്. പതിയെ പതിയെ പല യാത്രകളും ഒറ്റയ്ക്കായി. ഓൾമോസ്റ്റ് ലോകാത്ഭുതങ്ങളിൽ കൂടി ഞാൻ പോയിട്ടുണ്ട്. മനസ്സിൽ നിൽക്കുന്ന കുറേ ലോകാത്ഭുതങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എടുത്ത് പറയേണ്ടത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, നയാഗ്ര, നൈൽ നദി, അറ്റ്ലസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ചൈനയുടെ മതിൽ കയറി അവിടുന്ന് നമ്മളിപ്പോൾ ഒരു 3 സ്റ്റേഷൻ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു അവാർഡൊക്കെ തരും. നമ്മൾ അവാർഡും ഇങ്ങനെ മേടിക്കണം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു രസമായിരുന്നു. എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പണം വേണമല്ലോ. എൻ്റെ അടുത്ത് അന്ന് കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഗോൾഡ് ഇട്ട് നടക്കാറില്ല. അപ്പോഴാണ് ബുദ്ധി തോന്നി, ഇതെന്തായാലും സുരക്ഷിതമായി ബാങ്ക് കൊണ്ടുവച്ചാൽ പൈസയും കിട്ടും, യാത്രയും ചെയ്യാം. തിരിച്ചു വരുമ്പോൾ എടുക്കും, പിന്നെയും അടുത്ത യാത്രയ്ക്ക് കൊണ്ടുവയ്ക്കും, പിന്നെയും എടുക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ യാത്രയും നടത്തിയത്. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ സ്കൂട്ടറാണ്. അതാണ് എൻ്റെ പാർട്ട്ണർ. ഞാനും അവളും കൂടിയാണ്. അവളുടെ പേര് സോളോ സ്മൈൽ എന്നാണ് ഞങ്ങളെ വണ്ടിയുടെ പേര്. അതിട്ട് ഞാനും അവളും കൂടിയാണ് എല്ലായിടത്തും. എനിക്ക് അവൾ ഒരു കൂട്ടുകാരിയെ പോലെയാണ്. നൈൽ നദിയിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന ഭൂമിയുടെ അങ്ങേയറ്റത്ത് കസേരയിട്ടിരിക്കുന്ന 7ാം ക്ലാസ്സുകാരി ടീച്ചറുടെ ഉള്ളിലുണ്ട്. അതിനാൽ ഇപ്പോഴും സൈനബ ടീച്ചർ യാത്രയിലൂടെ ജീവിതം ആഘോഷമാക്കുകയാണ്. പരിമിതികൾ വെക്കുന്നത് നമ്മളോടാണ്. ശരിക്കും നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സാധ്യമാവും. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.